ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെല്ല PSCയിലേക്ക് സ്വാഗതം. 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള വിവിധ നോട്ടിഫിക്കേഷനുകൾ ഇതാ കേരള PSC പുറപ്പെടുവിക്കുകയാണ്. 2023 അടക്കമുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യം ഞാനിവിടെ ചോദിക്കട്ടെ നിങ്ങളോട്. അതായത് ചോദ്യം ഇതാണ്: ഹു ഡിസ്ക്രൈബ്ഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആസ് ലോങ്, ഇല്ലീഗൽ, പ്രിമച്ചർ, ഡിസാസ്ട്രസ് ആൻഡ് ഡേഞ്ചറസ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായത്, നിയമവിരുദ്ധം, അപക്വം, ദുരന്തപൂർണം, അപകടകരം എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇതാണ് ചോദ്യം, അല്ലേ? 1946 ഡിസംബർ മാസം 13 പാർലമെന്റിന് മേശപ്പുറത്ത് ഒരു വലിയ ഫയലുമായി വന്ന വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. നെഹ്റു അവതരിപ്പിച്ച ഒരു പ്രമേയം, ഇതിന്റെ പേര് ലക്ഷ്യപ്രമേയം എന്നാണ്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ലക്ഷ്യപ്രമേയത്തെ എല്ലാവരും അംഗീകരിച്ചു, പാസ്സാക്കി. നമുക്കറിയാം 1947 ജനുവരി മാസം 22 ലക്ഷ്യപ്രമേയം അംഗീകരിച്ച് നമ്മുടെ ആമുഖമായി പരിഗണിച്ചു. ഇന്ന് നമ്മൾ വായിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ മുൻഗാമി അല്ലെങ്കിൽ പ്രെഡിസിസർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം. പക്ഷേ ചോദ്യം അതായിരുന്നില്ല. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏതംഗമാണ് ലക്ഷ്യപ്രമേയത്തെ തെറ്റായത്, നിയമവിരുദ്ധം, അപക്വം, ദുരന്തപൂർണം, അപകടകരം എന്നിങ്ങനെ വിശേഷിപ്പിച്ചത്? പ്രീവിയസ് ചോദ്യമാണ്. ഉത്തരം കമന്റ് ചെയ്യാമോ? ഉത്തരം ഒന്നേ ഉള്ളൂ. ഡോക്ടർ ജയ് ആരാണ്? നമുക്കറിയാം, MR ജയ്ക്കർ എന്നറിയപ്പെട്ട വ്യക്തിയാണ്, അല്ലെ? മുകുന്ദ് റാം റാവു ജയ്ക്കർ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി വ്യത്യസ്തമായ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുമായി ടെല്ല PSCയുടെ ലൈവ് ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.